വാവ്, നല്ല കുരുമുളകും വറ്റലമുളകും അതുപോലെ തന്നെ തേങ്ങാപ്പാലൊക്കെ ഇട നല്ല വെന്ത കൊഞ്ചാണിത്. എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഇത് നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും. ആഹാ, ഓ, പറയാൻ പറ്റില്ല, അതുപോലെയാണ് ടേസ്റ്റ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, നമസ്കാരം, അജ്മസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്ത ഐറ്റമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം. ഞാൻ ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ഒരു മീഡിയം സൈസ് കൊഞ്ചാണ്. പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാലകളാണ് ഇരിക്കുന്നതൊക്കെ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇട്ടതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. കുരുമുളക് പൊടിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. കാരണം ആ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിനെ നമുക്കൊരു വ്യത്യസ്തത തരുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ടത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇതാണ് അപ്പിയറൻസ് ഒക്കെ തന്ന നല്ല ഒരു എരിവും ഒക്കെ നമുക്ക് തരിക. അപ്പം ഇത്ര ഇട്ടതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അധികം നേരം വെക്കണമെന്നില്ല. ഒരു ½ ആൻ അവറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമുക്കിതിനെ ഓരോന്നിനെടുത്ത് നമുക്ക് വറുത്ത് എടുക്കാം. ഇത്തിരി എണ്ണ എടുത്ത് അത് നല്ല വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കുക. ആ വെളിച്ചെണ്ണ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ടൊക്കെ കൊഞ്ചിൻ്റെ ഒരു നല്ല വേവ് വീഴും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം കൊഞ്ചിനെ നമുക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് തിരിച്ച് മറിച്ച് അതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു വേവ് ആയി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ചതച്ചെടുത്ത വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടിരിക്കുകയാണ്. ഒരു ലുക്കൊക്കെയാണ് നല്ല. അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളകും ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ്. നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് ആ കൊഞ്ചിലേക്ക് പിടിക്കും. അപ്പം നന്നായിട്ട് അതിനകത്തേക്ക് പിടിച്ചിട്ടുണ്ട്. കൊഞ്ചൊരു നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനിയാണ് നമുക്ക് ഒരു തേങ്ങ, ഞങ്ങളുടെ ഫസ്റ്റ് പാല്, നല്ല തിക്കായിട്ടുള്ള പാല് പിഴിഞ്ഞെടുത്തിലേക്ക് കറിവേപ്പില ഞാനിങ്ങനെ അരിഞ്ഞെടുത്താണ്. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കൊഞ്ചിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഇതായിട്ട് കൊഞ്ച് ഇനി നമ്മൾ വേവിക്കാൻ പോകുന്നത് ഈ പാലിലാണ്. ഇതാണ് ഇതിൻ്റെ വ്യത്യസ്തമായ രുചി നമുക്ക് തരുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്കതിനെ വറ്റിച്ചെടുക്കാം. ഇച്ചിരി തിക്ക് ഗ്രേവിയോടെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കാം. പക്ഷേ അതിൻ്റെ പെർഫെക്റ്റ് നമുക്ക് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വറ്റി വരണം. കണ്ടപ്പോൾ ഒരു ഓൾമോസ്റ്റ് വറ്റി, പക്ഷേ അത് ചെറിയൊരു ഗ്രേവി ഉണ്ട്. പക്ഷെ നമ്മൾ നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ ആ തേങ്ങാപ്പാലും അതിലുള്ള മസാല എല്ലാം കൂടെ നന്നായിട്ട് ആ കൊഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങും. അതൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഒരു ഐറ്റമാണിത്. ഒത്തിരിയേറെ ഐറ്റം ഒന്നുമില്ല, ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതായിട്ടില്ല. മാത്രമല്ല കൊഞ്ചിൻ്റെ ഒരു നാച്ചുറൽ ടേസ്റ്റ്, അതും ഈ കുരുമുളകോടും ഈ പച്ചമുളകും കറിവേപ്പിലയുടെയും എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കിയതിന് ശേഷം പറയും, ഞങ്ങൾ കൊഞ്ച് കൊണ്ട് ഇത്ര വ്യത്യസ്തമായിട്ട് വിഭവം കഴിച്ചിട്ടില്ലെന്ന്. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു അടുത്ത ഐറ്റമായിട്ട് വരുന്നവരെ ബൈ ബൈ.